കണ്ണൂർ. എന്ത് തോന്നി ഗുഹയിൽ വന്നിട്ട്? കണ്ടപ്പോ പുറമേന്ന് കണ്ടപ്പോ ഇതിനകത്ത് ഇത്രയും സംഭവം ഉണ്ടെന്ന് വിചാരിച്ചില്ല. അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത്. പോകുന്തോറും മുന്നോട്ട് പോകാനുണ്ടെന്ന് മനസ്സിലായി. മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ ഭീകരാവസ്ഥ മനസ്സിലായത്. ഭയങ്കര അന്ധകാരമായിരുന്നു. രാവിലെ ഇറങ്ങിയ രാവിലെ ഇറങ്ങി. നമ്മൾ കൂടെ വന്നതായിരുന്നു. നമ്മൾ ഇറങ്ങേണ്ട വെച്ചിട്ട് ഇവിടെ മണ്ണെല്ലാം ഇടിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നില്ലേ? വീഡിയോയിൽ മണ്ണെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ ഉണ്ടായത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് താഴേക്ക് പോയത്. ചേട്ടൻ്റെ തലവിടെ പറഞ്ഞ പുതിയ തെരു. വേറെന്താ പറയാനുണ്ടേ? സിനിമ കണ്ടോ? സിനിമ കണ്ടു. എന്തോ തോന്നി? സിനിമയെ കാണുന്ന പോലെ ഒന്നല്ല ഇവിടെ വന്നായിരുന്നു എക്സ്പീരിയൻസ്. അടിപൊളിയാണല്ലേ? അടിപൊളിയാണ്. സിനിമയെ കാണുന്നത് ഒന്നുമല്ല, ഇവിടെ തന്നെ വരണം. നേരിട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ. സത്യം, നേരിട്ട് വരണം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അകത്ത് പോയതിന് ശേഷമുള്ള അഭിപ്രായമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ശ്രീജിൻ. അടിപൊളിയാണ്, നല്ല ഗുഹ. നമ്മൾ സിനിമയിൽ കണ്ട പോലെ തന്നെ ഉണ്ട് ഏകദേശം. അത് പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളിലാണ്. ഇതിൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്നിട്ട് തന്നെ അനുഭവിക്കണം. പിന്നെ വരുമ്പോൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് വരുന്നതിനും കുറച്ച് ബെറ്റർ. ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ അകപ്പെട്ട് വരുന്ന പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം ആളുകൾ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് ഈ ഗുഹ ഫേമസ് ആയിരുന്നു. പക്ഷേ അന്നേരം വരാൻ പറ്റിയില്ല. പിന്നെ ഈ സിനിമയിൽ ഉണ്ട് പറഞ്ഞുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഓടി പിടിച്ച് വന്നു. നമ്മളെങ്ങനെയായിരുന്നു ഇറങ്ങണ ഒരു പേടി ഉണ്ടായിരുന്നു. ആൾക്കാർ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റൂല. ശരിക്കും ഒരു ലൈറ്റ് വെളിച്ചില്ലാണ്ട് നമുക്ക് ഇറങ്ങാനേ പറ്റൂല. സത്യത്തിൽ എല്ലാവരും ഫ്ലാഷ് ലൈറ്റും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയത്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങിയത് തന്നെ. വേറെ അപ്പൊ എല്ലാരും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാ. അടിപൊളി സ്ഥലമാണ്. റോഡൊക്കെ അടിപൊളിയാണ്. ലൊക്കേഷൻ ഇട്ട കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. ഞാൻ സിയാർത്തില്ല.